അമ്മ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നെ എങ്ങനെയാണെന്ന് വിളിക്കല്ലെന്ന്. ഓ അതൊക്കെ എനിക്കറിയാം. നിങ്ങളിങ്ങനെയാണെന്ന് വിളിക്കാതെ ഞാൻ തിരിച്ചു വിളിച്ചോളാം. ചേട്ടാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതൊന്നുമില്ലടാ, വീട്ടിൽ നിന്ന് വിളിച്ചത്. ചേട്ടാ എങ്ങോട്ടാ? ഞാനൊരു ജോലി ആവശ്യത്തിന് പോണതാ. ഞാനും ഒരു ജോലി ആവശ്യത്തിനായിട്ട് പോണ ചേട്ടാ. എടാ നീ പഠിക്കേണ്ട പ്രായമല്ലോടാ, എന്നിട്ടാണ് നീ പണിയെടുക്കാൻ പോകുന്നത്? പ്രാരാബ്ദത്തിന് അങ്ങനെ പ്രായമൊന്നും ഇല്ലല്ലോ ചേട്ടാ. എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ തട്ടിമുട്ടി ജീവിച്ച് പോകണം, അത്രേ ഉള്ളൂ. നീ പറഞ്ഞത് ശരിയാടാ. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ പോലെ, ചെയിൻ പൊട്ടുമ്പോൾ അത് തുടങ്ങി നിൽക്കും. ചേട്ടനെ കണ്ടപ്പോൾ തൊട്ടേ ഞാൻ ശ്രദ്ധിക്കുക, ഉള്ളിൽ എന്തോ ഒരു വിഷമമുള്ളതുപോലെ. എന്തെങ്കിലും ഉണ്ടാക്കി പറഞ്ഞോ? ഒരു കുഴപ്പമില്ല. ഒന്നുമില്ലടാ, നിനക്കവിടുത്തെ തോന്നണോ? ചേട്ടാ ആരടുത്താണ് ഈ കള്ളം പറയുന്നത്? നമ്മുടെ മുഖമില്ലേ, അതാണ് നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടി. അതുകൊണ്ട് ചേട്ടാ കാര്യം പറ. സത്യം പറഞ്ഞാൽ ഞാൻ ജോലി ആവശ്യത്തിന് വന്നല്ലടാ. എനിക്ക് വീട്ടിൽ നിൽക്കാൻ വയ്യ, മനസ്സ് അടുത്തിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിനു വേണ്ടി എന്താണ് ചേട്ടാ പ്രശ്നം? ഞാൻ കാരണം എൻ്റെ വീട്ടുകാർക്കുണ്ടായ കടം അതിന് എത്ര വിചാരിച്ചാലും എന്നെ കൊണ്ട് വീട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ചേട്ടാ ഇനി എന്താണ് ചെയ്യാൻ പോകണം? സത്യം പറഞ്ഞാൽ എന്നെക്കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല, പിന്നെ എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്? ഓ അപ്പോൾ ഇത് മറ്റല്ല, അതാണ് മറ്റേ സിനിമയിലൊക്കെ കാണുമ്പോൾ അങ്ങ് ചാവാൻ പോണ പരിപാടി. ചേട്ടാ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. നിങ്ങൾ ചത്തിട്ട് ഒരു കാര്യമില്ല. ചേട്ടാ ചത്ത ചേട്ടൻ്റെ വീട്ടുകാർക്ക് സമാധാനം കിട്ടുമെന്നാണോ ചേട്ടൻ വിചാരിക്കുന്നത്? ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല. ആ കടങ്ങളെല്ലാം കുമിഞ്ഞു കൂടുമെന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം എന്താ ചെയ്യേണ്ടത്? നേരെ വീട്ടിൽ പോകണമെന്നാണോ? ചേട്ടൻ തിരിച്ചു പോകണം. ചേട്ടൻ ഇനിയും ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. ചേട്ടൻ നേരത്തെ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞില്ലേ, ജീവിതം എന്ന് വെച്ചാൽ ഒരു സൈക്കിൾ പോലെയാണ്. അതുപോലെ എനിക്കും ചേട്ടൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. ചിലപ്പോൾ നമുക്ക് ജീവിക്കാൻ ഒരു കാര്യം ജീവിതത്തിൽ വേണമെന്നില്ല. എല്ലാവരും നാളെ എന്നൊരു പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. എല്ലാം ശരിയാവുന്ന ഒരു പ്രതീക്ഷ. നിന്നോടെല്ലാം തുറന്നു പറഞ്ഞപ്പം എനിക്കെന്തോ മനസ്സിൽ വലിയൊരു ആശ്വാസം കിട്ടിയ പോലെ. ഈ പറയണ എനിക്കും ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട്, പക്ഷെ അതെല്ലാം നമുക്ക് തരണം ചെയ്തല്ലേ പറ്റൂ. എടാ ഞാനൊരു കാര്യം പറയട്ടാ, നീ സൂപ്പറാ. ഒരു മാത്ര തളരില്ല നീരില്ല ഞാൻ പോയി മറഞ്ഞ കാലവും പറഞ്ഞു തീർത്ത മോഹവും പതിയെ പതിയെ മറന്നിടുവാനടയാത്ത നിന്റെ പുഞ്ചിരി ചിരാതുകാനെടുത്തിടാവിനിയൻ ഇരുളിൽ വിളക്കാക്കിടാ. പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടുന്ന ചില മനുഷ്യരുണ്ട്. അവരായിരിക്കും നാളെ നമ്മുടെ ജീവിതത്തിന് പ്രകാശം നൽകുന്നത്.